ആഹാ, കളിയെല്ലാം കഴിഞ്ഞോ ഇന്നത്തെ? ആ, പക്ഷേ എനിക്ക് വിശക്കുന്നു. നമുക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. എന്താ കഴിക്കുന്നത്? ഇന്നത്തെ വീക്കെൻഡ് സ്പെഷ്യൽ ഉണ്ട്. പറ. കഞ്ഞി ആൻഡ് പയർ. ഓ വാവ്. ഓ വാവ്. ഓ വാവ്. എന്ത് ഓ വാവ്? കഞ്ഞിയും പയറും ഓ വാവ് എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ ഓ വാവ്, അത് അടിപൊളി തന്നെ. പോയി മടുത്തോ? ഇന്നലെ മുട്ടയും ചപ്പാത്തി, ഇന്ന് കഞ്ഞിയും പയർ. ഹെൽത്തി ഫുഡാണ്. ഞാൻ ഇന്നലെ ഒരു പടം കണ്ടു. ഏത് പടം? റാത്തറ്റൂയി. ഓക്കെ, അതൊരു ഡിഷാണോ? റാത്തറ്റൂയി ഒരു ഡിഷാണ്. എവിടത്തെ ഡിഷ്? ഫ്രാൻസിൽ. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ്. ഓ, നമ്മളത് വീഡിയോ ഇടാൻ നടന്നില്ല ആക്ച്വലി, കാരണം അത് ഇപ്പോഴും ബോക്സിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇന്ന് ഇട്ടാലോ? ഇന്ന് തന്നെ ഇടണം. ശരി, നമുക്ക് ഇന്ന് തന്നെ അതൊന്ന് പൊടി തട്ടി എല്ലാം ഇടാം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു NZ ഡിയോസ്. സോ നമുക്കിന്ന് റാത്തറ്റൂയി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ഡിഷിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഫസ്റ്റ്ലി, ഇതൊരു ഫ്രഞ്ച് ക്യുസീൻ ഡിഷാണ്. പഴയ കാലത്ത് 18th സെഞ്ച്വറി ഫാമേഴ്സ്, അത് വെച്ചാൽ കൃഷിക്കാർ, അവർ കഴിച്ചുകൊണ്ടിരുന്നൊരു ഡിഷാണിത്. മോസ്റ്റ്ലി അവർ ഈ ഫാമിങ് ഇത് കഴിയുമ്പോൾ ബാക്കി വരുന്ന വെജിറ്റബിൾസ്, ഈ ടൊമാറ്റോ, പൊട്ടറ്റോ, ബ്രിഞ്ചോൾ, സക്കുനി, ഇതെല്ലാം ബാക്കി വരുമ്പോൾ അവർക്ക് ഒരു ദിവസം ലാസ്റ്റ് ഒരു എന്താ പറയുക, ഒരു എൻഡ് ഡേ അവർക്കതൊരു ഫീസ്റ്റാക്കി തന്നെ അവർ ഉണ്ടാക്കുന്നത്. അത് ഈ എല്ലാ വെജിറ്റബിൾസും മിക്സ് ചെയ്ത് ഒരു പോട്ടിലിട്ട് സ്റ്റൂ പോലെ ആക്കി അവർ ചിലപ്പോൾ അത് പാസ്തയുടെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുക. അത് ഭയങ്കര ഒരു അവർക്കത് വലിയൊരു സന്തോഷമാണ്. പിന്നെ അതിനുശേഷം മോഡേൺ എറയൊക്കെ വന്നതിന് ശേഷം വലിയ വലിയ റെസ്റ്റോറൻറ്റ്സുകാർ അവരതൊരു വലിയൊരു ഡെലിക്കസി ആക്കി. സോ ആ ഒരു മോഡേൺ എറയിൽ ആണ് ആ ഒരു മൂവി വന്നത്, റാത്തറ്റൂയി എന്ന് പറയുന്നൊരു മൂവി. സോ ഇതിൻ്റെ പ്രിപ്പറേഷൻ തന്നെ ഈ പറഞ്ഞ വെജിറ്റബിൾസ് എല്ലാം പ്ലസ് അതിൽ ആഡ് ചെയ്യുന്ന ഗാർലിക്, ഒറഗാനോ, ഹെർബ്സായ ഒറഗാനോ അല്ലെങ്കിൽ റോസ്മേരി അല്ലെങ്കിൽ തൈം, അതിൻ്റെ കൂടെ ഒലിവ് ഓയിൽ. സോ ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ശേഷം ലാസ്റ്റ് അതൊരു റോസ്റ്റ് ചെയ്യും. അവർ റോസ്റ്റ് ചെയ്ത് പിന്നെ ഒരു എന്താ മിക്സ് ചെയ്തൊരു കഴിക്കുന്ന ഒരു സ്റ്റൂ പോലാണ് അവർ. സോ അതും പോരാതെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു സ്പെഷ്യൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ പ്രോട്ടീൻ കൂടാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി നോൺ വെജും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു വെജിറ്റേറിയൻ ഡിഷാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. What do you say? We will try, right? ഷപ്പാ, എല്ലാരും കഴിക്കുന്ന മുമ്പ് the first thing you should say is bon appetit. Yeah. So guys, stay tuned and watch our video. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഡിഷ് റാത്തറ്റൂയി. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഓണിയൻ, ക്യാരറ്റ് ആൻഡ് ക്യാപ്സിക്കം റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഗാർലിക് ചോപ്പ് ചെയ്യുന്നു. 1-2 ടൊമാറ്റോ ബ്ലൗൺ ചെയ്ത് ടൊമാറ്റോ പ്യൂരി ആക്കുന്നു. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് നെക്സ്റ്റ് ഇസ് കുക്കിംഗ് ടൈം. കുക്കിങ്ങിന് വേണ്ടി ചൂടായ എണ്ണയിൽ ഗാർലിക് ആൻഡ് ഓണിയൻ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണേ. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റ് ആൻഡ് ക്യാപ്സിക്കം കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വരട്ടിയെടുക്കുന്നു. ഈ ഒരു ഡിഷ് ഇച്ചിരി സ്പൈസി ആക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഡ്രൈ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പേസ്റ്റാക്കി വെച്ച ടൊമാറ്റോ പ്യൂരി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായതിനു ശേഷം മാറ്റി വെക്കുക. മാറ്റി വെച്ച് കൂളായതിനു ശേഷം അത് മിക്സി ജാറിലിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കും. സോ ശരിക്കും പറഞ്ഞാൽ റാത്തറ്റൂയി ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. ഇതിൽ നോൺ വെജ് ഇല്ല, ഇറ്റ്സ് എ പ്യുവർ വെജിറ്റേറിയൻ. പക്ഷേ ഞാൻ ഈ ഒരു റെസിപ്പി ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു പ്രിഫറൻസ്, ഇഷ്ടമുള്ളവരുടെ ചോയ്സാണ്. ഞാനിതിൽ ആഡ് ചെയ്തത് മിൻസ് ചിക്കനാണ്. നിങ്ങൾക്ക് മിൻസ് മീറ്റ് യൂസ് ചെയ്യാം. സോ ഞാൻ മിൻസ് ചിക്കൻ ആഡ് ചെയ്തു. സോ അത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച സോസ് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്യണം.
ഒന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ്. സോ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് അത് മാറ്റിയതിന് ശേഷം നമ്മളൊരു ബേക്കിംഗ് ട്രേയിൽ വേണം നമ്മൾ ഇത് മാറ്റി വെക്കാൻ. സോ ഞാനിപ്പോൾ അത് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് സെറ്റ് ഒരു ബേസ് ആക്കി വെക്കാൻ വേണ്ടിയാണത്. സോ നമ്മൾ കുറച്ച് ഇതിൻ്റെ ഒരു ലെയറിൽ നമ്മൾ ഇച്ചിരി ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ചീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഷെഡാർ ചീസ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബേസ് ലെയർ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഫസ്റ്റ് ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ബ്രിഞ്ചോൾ, ടൊമാറ്റോ, പൊട്ടാറ്റോ ആൻഡ് സക്കുനി. അതിപ്പോൾ വേറെ വെജിറ്റബിൾസ് ആണ്, നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഇറ്റ്സ് അപ് ടു യു. സോ അതിന് ശേഷം റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഒരു അറേഞ്ച്മെൻറ്റ് രീതിയിൽ വേണം നമുക്കത് ചെയ്യാൻ. അതാണ് ഞാനിപ്പോൾ ഞാനെടുത്ത പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈസ് പൊട്ടാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചോൾ ആൻഡ് സക്വിനി. സോ ഈ ഒരു സീക്വൻസിൽ തന്നെ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ചു. ഇപ്പം കാണുന്ന ഇമേജ് നമുക്ക് കാണാമല്ലോ, ഇതുപോലെ തന്നെ. അങ്ങനെ ഈ ഒരു ലെയർ ഇങ്ങനെ റൗണ്ടായിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഡ്രസ്സിങ് ആണ്. ഈ വെജിറ്റബിളിൻ്റെ മേളിൽ ഒഴിച്ച് കൊടുക്കാൻ ഒരു ചെറിയൊരു സീസണിങ് വേണം. ആ സീസണിങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിൽ ആൻഡ് മിക്സ് ഹെർബ്സ്. ഈ മിക്സ് ഹെർബ്സ് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് ഓർഗാനോ മാത്രമാണെങ്കിൽ അവർക്കത് മാത്രം യൂസ് ചെയ്യാം. സോ അത് ഉണ്ടാക്കിയതിന് ശേഷം, ആ ഡ്രസ്സിങ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾ മേളിൽ ഒഴിച്ച് നല്ലപോലെ സീസൺ ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് എല്ലാ സൈഡും നല്ല ക്ലിയർ ആക്കുക. പിന്നെ നടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ 2-3 ഹോൾസ് ഒക്കെ ഇട്ട്, കാരണം വരുന്ന ആവി അങ്ങ് പോകാനും. ഇത് ഒരു 90 മിനിറ്റ്സ് നമ്മൾ ഓവൻ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് അറൗണ്ട് 160 ഡിഗ്രി സെൽഷ്യസിൽ വേണം വെച്ച് കുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് 90 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുന്നു. സോ നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് വീണ്ടും നമ്മൾ ഡ്രസ്സിങ്സ് ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ അടുത്തൊരു 40 മിനിറ്റ്സ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. കാരണം വീണ്ടും കുറച്ചും കൂടെ മേൽവശം വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുറച്ചും കൂടെ ഒരു ഡ്രൈ ഫോം അല്ലെങ്കിൽ ഒരു ഗ്രിൽ ഫോം ആകാൻ വേണ്ടിയാണ്. സോ വൺസ് ദാറ്റ് ഈസ് ഡൺ, 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു 5 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. ദെൻ യു ക്യാൻ സെർവ് ഇറ്റ് ടു യുവർ പ്ലേറ്റ്. സോ താങ്ക് യു ഗൈസ്. ഇതാണ് റാത്തത്തുവയുടെ മോഡിഫൈഡ് വേർഷൻ ഓഫ് ഞങ്ങളുടെ റെസിപ്പി. സോ അതിൽ എക്സ്ട്രാ എഗ്ഗും എന്ത് വേണേൽ നമുക്ക് ആഡ് ചെയ്യും. ജസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.